അതെ, ഇനി 40 ലക്ഷം വേണ്ട, ഒരു പുല്ലും വേണ്ട. രക്ഷപ്പെട്ടതിന്റെ ഭാഗ്യം. പണമില്ലാതെ നാട്ടിൽ പോയാ പണമില്ലാതെ നാട്ടിൽ പോണേക്കാൾ നല്ലതാ ജീവനോടെ നാട്ടിൽ പോണത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്റെ ആൾക്കാര് കൈവിട്ട് പഠിക്കണ നല്ലതാ. കോഴപ്പന്റെ കാല് പിടിക്കണത്. അയ്യോ തിരിഞ്ഞോടിക്കോ. എന്താ ഇത്ര ചിരിക്കാനും? അല്ല, ഞാൻ ആലോചിച്ച് നോക്കാണ് എന്റെ ഒരു ബുദ്ധി. അയ്യടാ, എന്റെ ഒടുക്കലത്തെ ഒരു ബുദ്ധി ആമ്പിള്ളാരില്ലേ കാണാമായിരുന്നു. എന്താണെന്നാ ഉണ്ടയില്ലാത്തൊരു തോക്കും ചൂണ്ടി പിടിച്ചോണ്ട് എടാ തുപ്പാക്കി എന്നെ എങ്ങനെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞതൊക്കെ മറന്നുപോയാ? നീ അത് അങ്ങനെ വിചാരിച്ചില്ലേ? എടാ, ഞാൻ ആവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ഇപ്പൊ അവര് ചത്തുപോലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ഓഹോ, ഇപ്പൊ അങ്ങനെയാണോ പറയുന്നത്? അതെ. എന്നാൽ ഒരു കാര്യം ചെയ്തു, ഇതുപോലൊരു സന്ദർഭം ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വരത്തില്ല, തന്നെ അങ്ങ് മാനേജ് ചെയ്തു. നീ വരണ്ട, ഞാൻ ചെയ്തോളൂ. ഞാൻ വരണ്ട? വേണ്ട. വേണ്ടല്ലോ. വേണ്ട. എന്താണ്ട് കഴുത തീട്ടം കണ്ടായിരിച്ചിരിക്കണേ? ഇത് കണ്ടിട്ട് ആരാ ചിരിക്കാത്ത? ഏത് കണ്ടാരി? അവര് വരുന്നുണ്ട്. എവര്? ആ പിള്ളാര് വരവ് കണ്ടിട്ട് അണ്ണനെ തട്ടാൻ തന്നെ വരുവാന്നാ തോന്നുന്നത്. എന്ത് ചെയ്യും? ഇനി എന്ത് വേണമെങ്കിലും ചെയ്തു, നമുക്ക് അടുത്ത ജന്മത്തിൽ കാണാം. ടാറ്റാ. ഈ അങ്ങനെ പോവല്ല, നീ ഇവിടെ വാ. 10-16 കൊല്ലം നമ്മൾ ഒന്നിച്ച് കാട്ടിൽ ജീവിച്ചതല്ലേ. നീ ഇന്ന് ഒറ്റക്കാക്കിട്ട് പോകരുത്. നീ ഇല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീയല്ല എന്റെ ഒരു ബലം. ആണല്ലോ. ആണ്. സമ്മതിച്ചല്ലോ. എങ്കില് ധൈര്യം സംഭരിച്ച് ഇങ്ങനെ മൂച്ചു പിടിച്ചങ്ങ് നിന്നോ. മതിയോ? എന്റെ പൊന്ന് കോരപ്പൻ ചേട്ടൻ, ഞങ്ങളെ രക്ഷിക്കണം. അബദ്ധം പറ്റിയതാ. ഞങ്ങളോട് ഇത്ര ക്രൂരത കാണിക്കരുത്. ഞങ്ങളെ കൊല്ലൻ നിങ്ങളയച്ച ഫോഴ്സിനെ പിൻവലിക്കണം. പോയിസോ? എന്ത് പോയിസാണ് ഇപ്പമാര് പറയണത്? ആ GND പണിക്കരുടെ ആൾക്കാരായിരിക്കും. ഓ, നമ്മളെ പോയിസ്. എടാ, നീയൊക്കെ നമ്മൾ ആൾക്കാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതില്ലേ? നടക്കൂല മക്കളെ, നടക്കൂല. ഈ കാല് വിട്ട് ഈ കാട് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകൂല. കോരപ്പൻ ചേട്ടനാണ് സത്യം. ഓ, തൊലച്ചു. ഇത് വെളുക്കാൻ തേച്ച പണ്ടായ മാതിരിയായി. അവമാനിങ്ങെത്തി. എന്ത് ചെയ്യും? യുവമാരെ നമ്മുടെ കൂടെ കണ്ട ആകെ കുഴപ്പമാവും. ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടാൾക്ക് എവിടെ ഒളിക്കാം. അത് അതിനേക്കാ കുഴപ്പമാവും. പിന്നെ എന്ത് ചെയ്യും? യുവമാരെ ഒളിപ്പിക്കാം. എവിടെ ഒളിപ്പിക്കും? ആ പാറവിടെ കൊണ്ട് ഒളിപ്പിക്കാം. എടുത്തു കൊണ്ടുപോ, വേഗം കൊണ്ടുപോ. വേഗം എവിടെ കൊണ്ട് ഒളിപ്പിക്കും. അവരിവിടെ എത്താറായി. എവിടെയാവുമാര്? എവന്മാര് ആ 4 പേര്. എനിക്കറിയില്ല. അവന്മാര് നിങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഇങ്ങോട്ടാണല്ലോ വന്നത്. ഇങ്ങോട്ടാരും വന്നിട്ടില്ലല്ലോ. വരോ മറ്റോ ചെയ്താൽ പിടിച്ചേൽപ്പിക്കാമേ. എവിടെയായിരുന്നു ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നേ. മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. ഞാനേ ഒന്നിന് പോയിരുന്നു, അല്ല 2-ന്. അതെ, അവൻ 2-ന് പോയതായിരുന്നു. അതെ. GNDയുടെ ആജ്ഞയനുസരിച്ച് നടന്നാൽ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ജീവനോടെ വേണം അവന്മാരെ. അവന്മാര് പറഞ്ഞിട്ട് തുപ്പാക്കിയും കോരപ്പനെ പേടിക്കണുണ്ടോ? എന്തോ പ്രശ്നമുണ്ട്, ഒളിച്ചിരുന്ന് നോക്കാം. മറിച്ചായാൽ താനും തന്റെ കുടുംബവും അനുഭവിക്കും. ആ പിള്ളേരെങ്ങാണ് ഇവന്മാര് കണ്ടിരുന്നെങ്കിൽ നമ്മുടെ തല കരുതാവ് കൊണ്ടൊന്നും പറയാതെ. അവന്മാര് പോയി. ഇനി അവന്മാരെ പോയി നമുക്കൊന്ന് പേടിപ്പിക്കാം. ഇനി അവന്മാര് തിരിച്ചു കയറി എങ്ങാനും വരുമോന്നാ എന്റെ പേടി. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയോ? ആർക്ക്? എന്ത് പേടി? നിങ്ങൾ രണ്ടുപേരും പേടിത്തോണ്ടമാരാ. അല്ലെങ്കിൽ പിന്നെ അവന്മാരെ കണ്ടിട്ട് നിങ്ങൾ എന്തിനാ പേടിച്ചു? പേടിച്ചോ? ആര് പേടിച്ച്? അവരാണ് അണ്ണനെ കണ്ട് പേടിച്ചു പോയത്. അവര് ഞങ്ങളുടെ ആൾക്കാരാ. അവര് നിങ്ങളുടെ ആൾക്കാരാണ്. നിങ്ങൾ എന്തിനാ അവരെ കണ്ട് പേടിച്ചോടുന്നത്? വെറുതെ പുളുവടിക്കാതെ തുപ്പാക്കി. സത്യം പറ, അവരാരാ? അതൊന്നുമില്ല, ഞാൻ പറഞ്ഞോളാം. നീ മിണ്ടാണ്ടിരിക്ക്. പറയരുത്, ഒരു കാര്യം തുറന്ന് പറയരുത്. നീ പോടാ. ഞാൻ എല്ലാം തുറന്ന് പറയും. എനിക്ക് ഈ നാടകം കളിക്കാൻ വയ്യ. എനിക്ക് പേടിയാണ്, ഭയങ്കര പേടിയാ. നിങ്ങളും പേടിയാണ്, അവരും പേടിയാണ്. എന്തിന് ഇവനെ വരെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാ. അതേടാ, പത്രങ്ങളും TV-യും ഒക്കെ ഊതിപ്പെരുപ്പിച്ച കോരപ്പന്റെ വീരകഥകളെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൂ. ചന്ദനത്തടിയും ആനക്കൊമ്പും എടുത്ത് അമ്മാനമാടുന്ന കോരപ്പന്റെ ഭീകര മുഖമേ നിങ്ങൾക്കൊക്കെ അറിയും. പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഉറക്കം കെടുത്തുന്ന കാട്ടുവീരൻ കോരപ്പന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണണ്ടേ? വാ, ഇതാണ് എന്റെ വീട്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവില്ല. ആധുനിക യന്ത്രത്തോക്കുകളും മൈനുകളും കൈബോംബുകളും
സ്വന്തമായിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള കോരപ്പന്റെ യഥാർത്ഥ സമ്പാദ്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എടാ മക്കളെ, ചേട്ടന്റെ കാട്ടിൽ നഴ്സറി സ്കൂൾ നടത്തണ്ടോ? സ്കൂളൊന്നും അല്ലടാ, ഇതെന്റെ സ്വന്തം മക്കളാ. എന്റെ അമ്മോ, ഇതൊക്കെ അട വെച്ച് വിരിയിച്ചതാ? എന്താ? അല്ല, കുടുംബാസൂത്രക്കാരെ കാണണ്ടെന്ന് പറയായിരുന്നു. സിനിമയും ടി വി ഒന്നും ഇല്ലാത്ത ഈ കാട്ടില് വേറെ എന്താണോ എൻജോയ്മെന്റ്? ഇത് മാത്രല്ല, ഇനിയും ഉണ്ട്. എന്റെ കർത്താവേ, ഇനിയുണ്ടോ? മോളെ. മോളോ? മൂത്ത മോള്. കോരപ്പൻ ചേട്ടൻ ഇത്രയും വലിയ മോളോ? ഛേ, ഇതെന്റെ ഭാര്യയാണ്. മോളെ. ഇവളല്ലേ അവള്? ഇതെന്റെ മോള് സൗന്ദര്യ. പേര് പോലെ തന്നെ സുന്ദരി. ഇനി ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങളൊക്കെ ചേട്ടന്റെ അമ്മാവന്റെ ഫ്രണ്ട്സാ. അണ്ണാ, യുമാരാള് ശരിയല്ലേ? പാരാ, തുപ്പാക്കി പാരാ. ഇത്രയും കാലം നീ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ ഗതിയിലായത്. ആഹാ, അപ്പൊ അമ്മാവനെ ഈ നിലയിൽ എത്തിച്ചത് ഈ കുഞ്ഞമ്മാവനാ? അതൊരു വലിയ കഥയാണ് മക്കളെ, വലിയ കഥ. RTO ഓഫീസിന് മുമ്പിൽ വണ്ടികൾക്ക് ടാക്സ് അടച്ചു കൊടുക്കുകയും ലൈസൻസ് പുതുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ സ്ഥാപനം നടത്തി വരുന്ന ആളായിരുന്നു ഞാൻ. ടാക്സും മറ്റും അടച്ചാൽ കിട്ടുന്ന തുച്ഛമായ കമ്മീഷൻ കൊണ്ടാണ് ഞാനും എന്റെ ഭാര്യയും മോളും ജീവിച്ചു പോകുന്നത്. യെസ്, ബീരാൻ സ്പീക്കിംഗ്. ഇല്ലല്ലോ, ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല. ഇവിടെ ലൈസൻസ്, RC, ഇൻഷുറൻസ് ഒക്കെ അടക്കാന്നല്ലാതെ. അതെ, ഇല്ലല്ല, ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല. ഓക്കെ. രാവിലെ തുടങ്ങിയ ഫോൺ വിളിയാ, ഡ്രൈവിംഗ് പഠിപ്പിക്കോ ഡ്രൈവിംഗ് പഠിപ്പിക്കോ എന്ന്. ഇവിടെ എനിക്ക് തന്നെ ഡ്രൈവിംഗ് അറിയില്ല, എന്നിട്ടാണ് നാട്ടുകാർക്ക് ഡ്രൈവിംഗ്. ഞാൻ പഠിപ്പിക്കാം. നിനക്ക് ഞാൻ ലോറി വരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. ഈ ബിസിനസ് തന്നെ ഇവിടെ നേരെ ചൊവ്വേ പോണില്ല, അതിന്റെ ഇടയിലാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കല്. ഇതേതാണ്ട് പൂട്ടാനായി. കണക്കിന് പോയാ ഇത് എപ്പ പൂട്ടിയത് ചോദിച്ചാ മതി. എന്റെ പൊന്നണ്ണ, നേരുമാർഗത്തിൽ പണം ഉണ്ടാക്കി ഈ കാലത്ത് ഒരുത്തരും രക്ഷപ്പെട്ട ചരിത്രമില്ല. പിന്നെ ഞാൻ പറയുന്ന ബുദ്ധി ഇനിയെങ്കിലും ഒന്ന് കേൾക്കാമോ? എന്താണാവോ സാറിന്റെ പുതിയ ബുദ്ധി? ഇങ്ങോട്ട് വന്നേ. ഈ ബിസിനസിന്റെ കൂടെ നമ്മൾ പുതിയൊരു ബിസിനസ് കൂടി തുടങ്ങുന്നു. അതെന്ത് ബിസിനസ്? നോട്ടരട്ടിപ്പ്. എന്റെ അല്ല, നോട്ടരട്ടിപ്പോ? ആ, 100 രൂപ കൊടുത്താ 200 രൂപ, 1000 കൊടുത്താ 2000, 1 ലക്ഷം കൊടുത്താ 2 ലക്ഷം. അതേടാ, കൊടുത്താ ഇരട്ടി വരെ ആളുണ്ട്. പക്ഷെ പൊള്ളാച്ചി വരെ പോണം. അതിന് നമ്മളെ കയ്യിൽ പണം വിടറാ. പണത്തിനാണോ ബുദ്ധിമുട്ട്? ഈ ഇരിക്കുന്ന RC ബുക്കുകള് നമ്മൾ ഏതെങ്കിലും മാർവാടിക്ക് പണയം വെക്കുന്നു. എടാ, ഇത് നാട്ടുകാര് പൈസ അടക്കാൻ തന്നതാ. ഇതിൽ DSPന്റെ ബുക്ക് വരെ ഉണ്ട്. ആയിക്കോട്ടെ, ഈ ബുക്കുകൾ നമ്മൾ പണയം വെച്ചാൽ ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ കിട്ടും. ആ പണം നമ്മൾ വാങ്ങുന്നു, പൊള്ളാച്ചിക്ക് പോകുന്നു, 5 ലക്ഷം 10 ലക്ഷമാക്കുന്നു, തിരിച്ചു വരുന്നു, മാർവാടിക്ക് 5 ലക്ഷം കൊടുക്കുന്നു, ബാക്കി 5 ലക്ഷം നമ്മുടെ കയ്യിൽ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇതൊന്നും നിന്റെ തലേ കേറുന്നില്ല. ഒക്കെ ഞാൻ കയറ്റി തരാം. പുറപ്പെടു പൊള്ളാച്ചിക്ക്. അല്ലോടെ പൊള്ളാച്ചി അങ്ങാടി എന്നിട്ട് നീ ഈ ചേരിയിലേക്ക് എന്നെ വിളിച്ചോണ്ടെന്ന്? അണ്ണാ, ഈ ജാതി ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കൂ. ഈ വരുന്ന അണ്ണാച്ചോട് ചോദിച്ചോക്കാം. നമസ്കാരം ഉണ്ട്. നമസ്കാരം ഉണ്ട്. അല്ല, ഒരു വിഷയം ചോദിച്ചോട്ടെ. ഇങ്ങ 1 രൂപ കൊടുത്താ 2 രൂപ കിടക്കുന്ന ഇടം ഇത് താനേ? 1 ரூபா கொடுத்தா 2 ரூபாய் கிடைக்கிற இடமா தெரியாதுங்களே. ஆனா 1 ஓதை கொடுத்தா 2 ஓதை கிடைக்கிற இடம் இதுதான். ஏன்டா டேய், ഓട്ടണ്ണാച്ചി മന്നിച്ചാലോ, വിവരില്ല എന്തോ പറഞ്ഞാൽ. பெரியவர் சொல்றாரு, விட்டுட்டு போறேன். போடா. ആറാം പറഞ്ഞ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴേ തുടങ്ങിയാണ് എന്റെ കാലക്കേട്. വിവരമുള്ള അണ്ണാച്ചി ഇവിടെ ചോദിക്കാം. അതെ, നീ ചോദിച്ചാൽ അടി ഉറപ്പാ. ഞാൻ ചോദിച്ചോളാം. അങ്ങോട്ട് ചോദിക്കൂ. അണ്ണാച്ചി, ഇവിടെ നോട്ട് ഇരട്ടിപ്പിക്കുന്ന സ്ഥലം ഉണ്ട് തന്നെ ഇവന്. ആ സ്ഥലം എങ്കേ? அது நோட்டு ரெட்டிப்பா. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. മര്യാദക്ക് പറഞ്ഞ കേക്കില്ല. അതാവത് 1 രൂപ കൊടുത്താ 2 രൂപ കിടക്കുന്ന ഇടം ഇങ്ങ ഉണ്ടല്ലോ, അത് എങ്കേ? அது மதுரை வீர. മധുരവീരൻ MGR പഴയ സിനിമ അതിപ്പോഴും ഉണ്ട്. சினிமா இல்லையா? പിന്നെ? மதுரை வீர லால்ஜ், அங்க போய் கேளு. ഓ, മധുരവീരൻ ലോഡ്ജ്. അല്ല, ബോർഡ് എഴുതിയ തമിഴിലാ, കുടുങ്ങിയത് തന്നെ. നമുക്ക് വായിക്കാൻ അറിയത്? മധുരൈ വീരൻ ലാഡ്ജ് എന്ന് തന്നെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അല്ല, ഇത് തന്നെയാണോ അതോ വേറെ എവിടെയും പോയി ചോദിക്കണോ? അയ്യോ, സംശയിക്കണ്ട, ഇത് തന്നെ. വാ, നമ്മൾ വരുന്നത് നോക്കി ഒരുത്ത ഇരിക്കുന്നത് കണ്ടില്ലേ? അണ്ണാച്ചി നമസ്കാരം. നമ്മളെ മധുരവീരൻ ലോഡ്ജ് ഇതാ ഈ നോട്ട് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം ഇത് താഴെ. അതായത് 100 രൂപ കൊടുത്താ 200 രൂപ ആക്കി കൊടുക്കുന്ന സ്ഥലം ഇത് താനേ? இதுதான்.
ஓ இதுதான் 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 உள்ள கூட்டிட்டு போங்க ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെ. போங்களே പോ, പോ, പോ. போங்க வாங்க வாங்கண்ணா உட்காருங்கண்ணா ஆமா எவ்வளவு இருக்கு ഞങ്ങളുടെ കയ്യില് 5 ലക്ഷം രൂപ ഉണ്ട്. ആ. 10 ലക്ഷം രൂപ കിടക്കുമല്ലേ? கிடைக்கும் கிடைக்கும்ண்ணா கொடுங்க കൊടുക്കണ്ട. நீங்க உட்காருங்க நான் இப்ப வரேன் ഇവിടെ ഇരിക്കെ. ഇത്ര ആക്രാന്തം എന്ത്? ഇതുപോലെ ഞാൻ പറയുന്നത് കേട്ടാലുണ്ടല്ലോ ഇതിലും കൂടുതൽ ഗുണമുണ്ടാവും. ഇപ്പൊ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഈ 10 ലക്ഷം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്താലേ 20 ലക്ഷം രൂപ കിട്ടും. ഈ 20 ലക്ഷം വീണ്ടും അവർക്ക് തന്നെ കൊടുത്താല് 40 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ഈ 40 ലക്ഷം വീണ്ടും കൊടുത്താല് 80 ലക്ഷം ഉറുപ്പ്യ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1.5 കോടി ഉറുപ്പ്യ ആയിട്ട് പോയാൽ മതി. മതി. അതല്ല, പിന്നെ ഒരു കാര്യം, പെട്ടി ചെറുതായി പോയി. നമുക്ക് ചാക്ക് മേടിക്കാം. ഇതാദ്യം പറയണേ, പൊരയില് വലിയ ട്രങ്ക് പെട്ടിന്റെ ഇതെന്തൊരു അന്യായമാ? 5 ലക്ഷം ഉറുപ്പ്യ മേടിച്ചോണ്ട് 10 ലക്ഷം ഉറുപ്പ്യ ചവിട്ടോ. ഇതാണ് എന്റെ അരച്ചപ്പില്ലേ? ഇതിനാണെങ്കിൽ എന്നെ പൊള്ളാച്ചി കൊണ്ടുവന്നില്ലേ? மடுவ ராஸ்கல் உனக்கல்ல நோட்டு விட்டு வேணும் இல்லையா அடிச்சொதச்சொரு வழி பண்ணுங்கடா ഓടിക്കോ. പൈസയും പോയി, RC ബുക്കും പോയി, എന്റെ പുറവും പോയി. ഇനി എങ്ങനെ വണ്ടിക്കാരോട് ഞാൻ സമാധാനം പറയും? നാട്ടുകാരെ മൊത്തം നോക്കും ഞാൻ.